ശ്രീ GS ജയലാൽ, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സർ, ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ശബ്ദം ലോകമെങ്ങും വീണ്ടും ഉയരുകയാണ് സർ. വെറുപ്പും യുദ്ധവെറിയും വീണ്ടും ഇരുൾ ചുരുളുകൾ പോലെ നിറയുകയാണ്. ഈ ലോക രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ഒരു ബദലാണ് സർ ഈ ബഡ്ജറ്റ്. സർ, സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഭവ കൈമാറ്റത്തിൽ 50,000 കോടി രൂപയുടെ കുറവ് വന്നെങ്കിലും ചെലവ് വർദ്ധിപ്പിക്കാനായത് തനത് വരുമാനത്തിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഈ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ ബഡ്ജറ്റ് ജീവിതത്തിൻ്റെ സർവ്വതല സ്പർശിയാണ് എന്നത് യാഥാർത്ഥ്യമാണ് സർ. 2025-26 അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് നമ്മൾ പരിശോധിച്ചാൽ വിഭവ സമാഹരണത്തിലും ചെലവഴിക്കലിലും കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വലിയ അന്തരം കുറയ്ക്കുന്നതിനുള്ള യാതൊരു നടപടിയും കേന്ദ്രം അവതരിപ്പിച്ച ബഡ്ജറ്റിലില്ല സർ. വിഭവ വിതരണത്തിൽ സംസ്ഥാനങ്ങളോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന സമീപനമാണ് കേന്ദ്ര ബഡ്ജറ്റിലുള്ളത്. രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പണപ്പെരുപ്പം, കേന്ദ്ര വിതരണത്തിലെ അസമത്വം തുടങ്ങിയ കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര ബഡ്ജറ്റ് പരാജയപ്പെട്ടിരിക്കുകയാണ് സർ. ഡിവിസിബിൾ പൂളിന് പുറത്തായിട്ടുള്ള സെസ് സർചാർജുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് സർ. 2025-26 ബഡ്ജറ്റിൽ 5,90,781 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് സർ. 2011 ആകെ നികുതി വരുമാനത്തിന്റെ 6.26% ഇതെങ്കിൽ 2025-26 14%, 6.26 നിന്ന് 14% വർദ്ധിച്ചിരിക്കുകയാണ് സർ. 2025-26 മാത്രം സംസ്ഥാനങ്ങൾക്ക് ഇത് ഡിവിസിബിൾ പൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ 2,42,220 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. അത് കേരളത്തിന് 11,592 കോടി രൂപ കേരളത്തിന് അധികമായി ലഭിക്കുമായിരുന്നു സർ. ആ വിതരണത്തിലുള്ള അസമത്വമാണ് സർ. 25-26 സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം 14.22 ലക്ഷം കോടിയാണെങ്കിൽ അതിൻ്റെ 1.922% മാത്രമേ കേരളത്തിൽ ലഭിക്കൂ. 27,382 കോടി രൂപ മാത്രമാണ്. വിഹിതം വെട്ടിക്കുറച്ചില്ലായിരുന്നു 60,000 കോടിയോട് ലഭിക്കേണ്ട സ്ഥാനത്താണ് സർ 27,382 കോടി മാത്രമായിട്ട് കേരളത്തിന് അനുവദിക്കപ്പെടുന്നത് സർ. ഈ അസമത്വമാണ് സർ കേരളം കാണേണ്ടത് സർ. സംസ്ഥാനത്തോട് ഇത്രയും ദയാരഹിതമായി പ്രവർത്തിച്ച മറ്റൊരു കാലമില്ല സർ. വയനാടിനോട് കാണിച്ചത് അവഗണനയുടെ ക്രൂരമായ മുഖമാണ്. എവർ ലാർജസ്റ്റ് ലാബറട്ടറി ഇൻ ഇന്ത്യ എന്ന കേന്ദ്ര ദുരന്ത നിവാരണ ഏജൻസി രേഖപ്പെടുത്തിയ വയനാട് ദുരന്തത്തോട് കേന്ദ്രം മുഖം തിരിക്കുകയും കള്ളക്കണക്കുകൾ പറയുകയും ചെയ്യാണ് സർ. 33 പേർ മരിച്ച ആന്ധ്രയ്ക്ക് 3,000 കോടിയാണ്. 6 ദിവസം മഴ പെയ്ത തമിഴ്നാട് 151 കോടിയാണ്. 2 മേഘവിസ്ഫോടനം നടന്ന സിക്കിമിന് 173 കോടിയാണ്. ഈ അവസ്ഥയിലാണ് വയനാടിനെ അന്തർദേശീയ നിലവാരത്തിൽ പുനരുദ്ധരിക്കാൻ 750 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. മനുഷ്യത്വത്തിന്റെ പാതയിൽ നരകയാതന അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ കേരളം തയ്യാറാകുകയാണ് സർ. വിഭവ വിതരണത്തിന്റെ വിവേചനം എന്നത് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾ പിടിച്ചുപറിക്കുന്ന സമീപനവും കേന്ദ്രം തുടരുകയാണ്. ദേശീയപാത വികസനത്തിൽ സ്ഥലമേറ്റെടുക്കുന്ന മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത മാനദണ്ഡമാണ് സർ കേരളത്തിന്. 6,000 കോടി രൂപയാണ് സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി കേരളം ചെലവഴിക്കേണ്ടി വന്നത്. അതുപോലെ ദുരന്ത നിവാരണത്തിനായി ചെയ്യുന്ന സഹായങ്ങൾക്ക് വില നിശ്ചയിച്ച് തിരികെപ്പിടിക്കുന്ന അവസ്ഥയുണ്ട് സർ. ഇതെല്ലാം കേരളത്തോട് കാട്ടുന്ന അവഗണനയാണ് സർ. ഈ വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റ് കേട്ടിട്ട് മലയാളത്തിന്റെ മഹാനായ കഥാകാരൻ ബഹുമാനപ്പെട്ട ശ്രീ ടി പത്മനാഭൻ പ്രതികരിച്ച ശ്രദ്ധേയമാണ്. എൻ്റെ നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് തോന്നിപ്പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത് സർ. ഈ കേന്ദ്ര അവഗണനയ്ക്കിടയിലും സംസ്ഥാനം നടപ്പിലാക്കി വരുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുന്നതിനുള്ള ജാഗ്രതയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നത് സർ. പാർക്കാനൊരു വീട് അതുറപ്പാക്കാൻ ഗവൺമെന്റ് ഈ സമീപനം നമ്മൾ കേന്ദ്ര ബഡ്ജറ്റിന്റെ കഴിഞ്ഞ സമീപനമായിട്ട് പരിശോധിക്കണം സർ. ഇവിടെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ മുഖം അതിനുവേണ്ടി തിരിക്കുമ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രാസവള സബ്സിഡി മാത്രമായിട്ട് കർഷകർക്കുള്ള രാസവള സബ്സിഡി മാത്രമായിട്ട് 68,718 കോടി രൂപയുടെ കുറവ് വരുത്തിയിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി 13,000 കോടിയാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. RKVY 1,616 കോടിയാണ് കുറവ് വരുത്തിയിരിക്കുന്നത് സർ. കർഷക ഇൻഷുറൻസ് ഫസൽ ബീമാ യോജന 3,383 കോടിയാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. PM കിസാൻ കൊട്ടിഘോഷിക്കുന്ന പദ്ധതിയാണ് 4,500 കോടിയാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. ഭക്ഷ്യ സബ്സിഡിക്ക് 83,774 കോടിയാണ് കുറവ് വരുത്തിയിരിക്കുന്നത് സർ. LPG സബ്സിഡി 140 കോടിയാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. ആ സ്ഥാനത്താണ് സർ
ഈ കേന്ദ്ര അവഗണനക്കിടയിലും കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ ഗവൺമെന്റ് ചേർത്ത് പിടിക്കുന്ന സർ പാർക്കാനൊരു വീട് അത് ഉറപ്പാക്കുന്നതിന് ലൈഫ് മിഷനിൽ 1160 കോടി രൂപ 1 ലക്ഷം വീടുകൾ അനുവദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് സർ. PMI കേന്ദ്ര ഗവൺമെന്റ് PMI വീടുമായി ബന്ധപ്പെട്ട് 1,20,000 രൂപയാണ് അതിന് കണക്കാക്കിയിട്ടുള്ളത്. അതിന് 60% 72,000 രൂപ കേന്ദ്രം തരുമ്പോൾ കേരളം അത് 4 ലക്ഷമായി വർദ്ധിപ്പിച്ച് ബാക്കി 3.2 ലക്ഷം രൂപ കേരളം നൽകുകയാണ് സർ. 2016-17 മുതൽ 18,000 കോടി രൂപയാണ് സർ ഈ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി 4,27,736 വീടുകൾ നിർമ്മിച്ചു നൽകാൻ വേണ്ടി ഈ സംസ്ഥാനം ചിലവാക്കിയ സർ. അതിലെ വെറും 35,000 താഴെയാണ് PMIയുടെ സാന്നിധ്യം. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സർ. നേടിയ പുരോഗതിയുടെ ഭാഗമായിട്ട് 12% ആളുകൾ പൊതുജനാരോഗ്യ മേഖലയെ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് 60% ആളുകൾ പൊതുജനാരോഗ്യ മേഖലയെ ആശ്രയിക്കുകയാണ് സർ. വിദ്യാഭ്യാസ മേഖല, അതുപോലെ കുടിവെള്ളം, സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് സർ. പക്ഷേ പട്ടയ വിതരണ ചരിത്ര നേട്ടമാണ്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 3 വർഷം കൊണ്ട് 1,80,887 പട്ടയം, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കൊടുത്ത 1,77,111 പട്ടയം, 5 ലക്ഷം പേർക്ക് പട്ടയം കൊടുക്കാനാണ് സർ ലക്ഷ്യമിടുന്നത്. സർ പട്ടയങ്ങൾ സ്മാർട്ടാക്കുകയാണ്. ഡിജിറ്റൽ സർവേ 966 മുതൽ റിസർവേ ആരംഭിച്ച് 57 വർഷം കൊണ്ട് 911 വില്ലേജുകളാണ് പൂർത്തിയായതെങ്കിൽ 2022 നവംബർ മാസം ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 639 വില്ലേജുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് സർ. യുണീക് ടെൻഡർ ചരിത്ര നേട്ടമാണ് സർ. കേരളം മുന്നോട്ട് കുതിക്കുകയാണ് സർ. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 90,000 കോടി രൂപയാണ് രാസവള സബ്സിഡി വെട്ടിക്കുറച്ചതെങ്കിൽ കേരളത്തിൽ കാർഷിക മേഖലയ്ക്ക് പണം അധികമായി മാറ്റിവെക്കുകയാണ് സർ. അതുപോലെ ഒരു സൂചിപ്പിക്കാനുള്ള സർ സ്മാർട്ട് കൃഷിഭവൻ കേരളം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തൊരു പദ്ധതിയാണ് സർ. അതിന് 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 1 ലക്ഷം രൂപയുള്ളൂ സർ. അത് പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. അതുപോലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ശക്തമായ പ്രവർത്തനങ്ങൾ ഭക്ഷ്യ വിതരണ വകുപ്പിന്റെ നേതൃത്വം നടക്കുകയാണ് സർ. എല്ലാവർക്കും റേഷൻ കാർഡ്, മുൻഗണനാ പട്ടിക ശുദ്ധീകരണം, സ്റ്റോർ പദ്ധതി തുടങ്ങിയ നടപടികളുമായി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് സർ. ആ വകുപ്പിന് കൂടുതൽ പണം വകവയ്ക്കണം സർ. ദരിദ്രമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ് സർ. വിദ്യാഭ്യാസം, ചികിത്സ, സാമൂഹ്യക്ഷേമം, പൊതുവിതരണം, ഭൂപരിഷ്കരണം, ഭവന നിർമ്മാണം ഇവയ്ക്കെല്ലാമായി 10,000 കോടിയാണ് കേരളം ചെലവിടുന്നത് സർ. ശത്രുക്കളുടെ പോലെയാണ് കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നത്. ഇവിടെ ഒരു വികസനവും നടക്കരുത്. ഇവിടെ സർവ്വതും കുഴപ്പമാണെന്ന് വരുത്തി തീർക്കണം. സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്രം ഇപ്പോൾ സ്വീകരിക്കുന്ന രീതി. പക്ഷേ എല്ലാ എതിർപ്പുകളെയും ഉപരോധങ്ങളെയും അതിജീവിച്ച് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന നാടിന്റെ വികസനത്തിലേക്കുള്ള ഉറച്ച ചുവടുവെപ്പാണ് സർ ഈ ബഡ്ജറ്റ്. സർ സംഘപരിവാറിന്റെ കേരള വിരുദ്ധ രാഷ്ട്രീയത്തിന്, ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന് വെള്ളവും വളവും നൽകി സംരക്ഷിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന പ്രതിപക്ഷം കാലത്തിന്റെ ചുവരെഴുത്തുകൾ ഇനിയും വായിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് സർ വസ്തുത. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഡൽഹി തെരഞ്ഞെടുപ്പ്. എന്തൊരു മഹാപാതകമാണ് സർ ഇന്റർനാഷണൽ കോൺഗ്രസ് ചെയ്തതെന്ന് അവർ ചിന്തിക്കട്ടെ, പശ്ചാത്തപിക്കട്ടെ, ആവർത്തിക്കാതിരിക്കട്ടെ. കേരളത്തെ വികസനത്തിന്റെ വെളിച്ചം കാണിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയാണ് സർ. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ അംഗീകൃത ഏജൻസികളുടെ കണക്കിലും വികസനത്തിന്റെ എല്ലാ സൂചികയിലും കേരളം തന്നെയാണ് ഇന്ത്യയിൽ തുടർച്ചയായി മുന്നിലെത്തുന്നതെന്നത് സംഘപരിവാറിനെയും പ്രതിപക്ഷത്തെയും കുറച്ചൊന്നുമല്ല സാർ വിരളി പിടിപ്പിക്കുന്നത്. സർ അതുകൊണ്ടാണ് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് യാതൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് നിങ്ങൾ പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, സഹായങ്ങൾ ഉണ്ടാകുമെന്ന്. സർ ബഡ്ജറ്റിൽ കേരളത്തിന് അവകാശപ്പെട്ടതാണ് ചോദിച്ചത്. BJPയുടെ ഔദാര്യമൊന്നും കേരളത്തിന് ആവശ്യമില്ല. ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന നികുതിയുടെ ന്യായമായ വിഹിതം ലഭിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ പോലും കേന്ദ്രം തയ്യാറാകുന്നില്ല സർ. പിച്ചച്ചട്ടിയെടുത്ത് കേരളം യാചിക്കണമെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. അദ്ദേഹത്തോട് പറയാൻ സമീ അൽ കാസിമിന്റെ ഒരു പാലസ്തീൻ പ്രതിരോധ കവിതയാണ് സർ ഓർമ്മ വരുന്നത്. എന്റെ ആഹാരം വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറാണ്, പട്ടിണി കിടക്കാം, നഗ്നനാവാം, എന്നാലും ഹേ വെളിച്ചത്തിന്റെ ശത്രുവേ, നിന്നോട് ഞാൻ സന്ധി ചെയ്യുകയില്ല, അവസാന ശ്വാസം വരെ പോരാടുക തന്നെ ചെയ്യും. സർ എനിക്ക് അത് ചില നിർദ്ദേശങ്ങൾ പറയാനുള്ളത് സർ. നികുതി നിർദ്ദേശങ്ങളിൽ ഈ ഭൂനികുതിയിലെ വിസ്തൃതി കണക്കാക്കി ഭൂനികുതി നിശ്ചയിക്കുന്നതിന് പകരം ലാൻഡ് വാല്യൂ, ഇപ്പോൾ ഒരു ടൗണിലുള്ള വസ്തുവിൻ്റെ വിസ്തൃതിയും ഗ്രാമപ്രദേശത്തിന്റെ വിസ്തൃതിയും നമ്മൾ അത് ഒഴിവാക്കി നമ്മുടെ ലാൻഡ് വാല്യൂ അനുസരിച്ചുള്ള നികുതി നിശ്ചയിച്ചാൽ നന്നായിരിക്കും സർ. അതുപോലെ ട്രാഫിക് കുറ്റകൃത്യങ്ങൾ അതിന് ഫൈൻ വർദ്ധിപ്പിക്കുന്നതിന് ശ്രമിക്കണം സർ. അതുപോലെ IT പാർക്കുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് IT പാർക്കിന്റെ നിർദ്ദേശം വരുമ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കയ്യിലുള്ള 10 ഏക്കർ ഭൂമി, ഹൈവേ സൈഡിലുള്ള 10 ഏക്കർ ഭൂമി ചാത്തന്നൂരിൽ സ്പിന്നിമിൽ കോമ്പൗണ്ടിലുണ്ട് സർ, അത് പരിഗണിക്കണം സർ. അതുപോലെ നമ്മൾ പരവൂർ ദേവരായൻ മാസ്റ്റർ, കേശവനാശാൻ, KC കേശവുള്ള
അതുപോലെ പോളച്ചർ രാമേന്ദ്രൻ തുടങ്ങിയ ആളുകളുടെ ഒരു സാംസ്കാരിക സംശയം നിരവധി നാളായിട്ട് ബഡ്ജറ്റിൽ ആവശ്യപ്പെടുന്നതാണ് സാർ. ആദ്യഘട്ടമായിട്ട് ഒരു 5 കോടി രൂപ അതിനായിട്ട് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. സാർ, എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഏതെല്ലാം വിധത്തിൽ എത്ര കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ഇവിടെ വന്ന് നിരന്തരം കലബല കൂട്ടിയത് സാർ. ഇവിടുത്തെ ഭരണവും ഭരണാധികാരികളും ഈ നാടും ആകെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തിയത്. എന്നിട്ട് എന്തായി സാർ? കേന്ദ്രം വിരിച്ച വലയിൽ എഴുതിയ കെട്ടുകഥകളിൽ പ്രതിപക്ഷവും പങ്കാളികളായി. എന്നിട്ട് എന്തായി? ഇ ഡി ഇപ്പോൾ ആരുടെ വീട്ടുപടിക്കലാണ് സാർ? ഇടതുപക്ഷത്തെ നിശേഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ അറിയുക, നിങ്ങൾക്ക് എല്ലാ പൂക്കളെയും മുറിക്കാൻ കഴിയും, പക്ഷേ വസന്തത്തിന്റെ വരവ് തടയാൻ കഴിയില്ല സാർ. പുതിയ ലോകത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയെ നിങ്ങളുടെ ആയുധങ്ങൾക്കോ ഉപരോധങ്ങൾക്കോ ഭയപ്പെടുത്തലുകൾക്കോ തടയാൻ കഴിയില്ല. അവഗണനയുടെ ഭൂമികയിൽ നിന്നും ഞങ്ങൾ വികസനത്തിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുകയാണ് സർ. ഈ ഉയർച്ചയിലേക്കുള്ള ശക്തിയാണ്, ഊർജ്ജമാണ് ഈ ബഡ്ജറ്റ്. പ്രായോഗികതയ്ക്കും യാഥാർത്ഥ്യത്തിനും പ്രാധാന്യം നൽകി തയ്യാറാക്കിയ ബഡ്ജറ്റ് വെറും വാക്കുകളല്ല, വാക്കുകളുടെ കളികളല്ല. ഈ വാക്കുകളിൽ ഉറുമ്പിന്റെ കണ്ണും പൂവിന്റെ ഹൃദയമുണ്ട് സാർ. കടലോളം ആഴവും ആകാശത്തോളം വിസ്തൃതയുമുണ്ട് സാർ. വാക്കുകളിൽ തേനിന്റെ മാധുര്യമുണ്ട് സാർ. കേരളത്തെ ഒന്നാകെ ചേർത്ത് പിടിക്കുന്ന ഈ ബഡ്ജറ്റിനെ ഞാൻ അനുകൂലിക്കുകയാണ് സാർ.